നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കൊല്ലം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. നെടുവത്തൂർ കുഴക്കാട് സ്വദേശി ശ്യാമു സുന്ദറാണ് മരിച്ചത്. അയൽവാസി അറസ്റ്റ്. ഭർത്താവുമൊത്ത് അഞ്ചല്ല തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം. സംഭവത്തിൽ 2 ബാർ ജീവനക്കാർ അറസ്റ്റിൽ. സിനിമ കണ്ടുകൊണ്ടിരിക്കവെയാണ് വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഭർത്താവിനും മർദ്ദനമേറ്റു. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസിനെതിരെ പോസ്റ്റ് ഇട്ടത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നതെന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ്. ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മരണം. റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തുഞെരിഞ്ഞാണ് അതുല്യ മരിച്ചത്. ശരീരത്തിൽ 46 മുറിവുകൾ. മുറിവുകളിൽ ചിലത് മരണത്തിന് മണിക്കൂറുകൾ മുമ്പുള്ളത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. നെടുവത്തൂർ കുഴക്കാട് സ്വദേശി ശ്യാമു സുന്ദറാണ് മരിച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശ്യാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ശ്യാമുവിന്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം. ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് തർക്കമുണ്ടായതായി പോലീസ് പറഞ്ഞു. സംഭവം എനിക്ക് 11:45 ഫോൺ വരുന്നത്, ഒരു കോള് വരുന്നത്. ഇതുപോലെ അടുത്തൊരു ഇത് കിടക്കുന്നത്. ഞാൻ ഓടിച്ചത് അയാളെ പുള്ളിയെ കോൾ ചെയ്ത് പുള്ളി കോൾ എടുക്കുകയും ചെയ്ത്. പുള്ളി കോളെടുത്ത് കഥ തുറക്കാൻ പറഞ്ഞ്, ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് തുറക്കാൻ പറഞ്ഞ്. തുറന്നപ്പോൾ കഥ അകത്തോട്ട് പോകുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ വെളിയൊരു കുറ്റി കിടക്കുന്നു. ഞാൻ കുറ്റി തുറന്നപ്പോൾ ഇങ്ങനെ ബിൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടാന്ന് ഞാൻ അറിയുന്നില്ല, വല്ല തലയിലോ വല്ല വിചാരിച്ച് ഇങ്ങനെ നിന്ന്. ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് അപ്പോൾ വീണ്ടും പുള്ളി കഥ അടച്ചപ്പോൾ പറഞ്ഞ് ഈ പുള്ളി ഇവർ വന്നപ്പോഴത്തേക്ക് വീണ്ടും കഥ തുറക്കാൻ പറഞ്ഞ്. കഥ പറഞ്ഞ് എന്നെ പണിഞ്ഞ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് വാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് എന്നെ വാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മറിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ബ്ലഡ് ചീറ്റുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ പറഞ്ഞ് എൻ്റെ മോനെ വിളിച്ച് ഞാൻ പറഞ്ഞ ഒരു കൈരി എടുക്കാൻ പറഞ്ഞു, എളുപ്പം എടുത്ത് കെട്ടാൻ വേണ്ടി. അപ്പോഴത്തേക്ക് പുള്ളി ഒരു സൗണ്ട് ഉണ്ടാക്കുന്നു. അതിനുമുമ്പേ എപ്പോഴും ഇതായിട്ടുണ്ട് പടി. നെടുവത്തൂർ പഞ്ചായത്തിലെ കുഴക്കാട് വാർഡിൽ കുഴക്കാട് ഗുരുമന്ദിരത്തിന് പടിഞ്ഞാറ് ചോതി നിവാസിൽ 42-കാരനായ ശ്യാമു സുന്ദറാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സമീപവാസിയായ ധനേഷ് മന്ദിരത്തിൽ 37-കാരനായ ധനേഷിനെ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. രാത്രി 12-നായിരുന്നു സംഭവം. വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന ശ്യാമുവിനെ ധനേഷ് വീട്ടിൽ കയറി കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 4 വർഷമായി ശ്യാമുവിന്റെ ഭാര്യയും കുട്ടിയും ധനേഷിനൊപ്പമാണ് താമസം. എന്നെ പിടിച്ചൊരു സംസാരം നടന്നു ഒരു സന്ധ്യ സമയത്ത്. ഇത്രയേ ഉള്ളൂ, ഒരു നിസ്സാര കാര്യം. ഒരു ചീത്ത വിളിക്കുന്നു, ഇതിൻ്റെ പണിയും എന്ന് പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് ഒരു ഇങ്ങനെ പോകുന്നു. അല്ല, പുള്ളി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, പുള്ളി പറഞ്ഞില്ല. എന്നെ പണിഞ്ഞ് ഇത്രയേ പറഞ്ഞുള്ളൂ. പുള്ളി പറയുന്നില്ല, പുള്ളി പറഞ്ഞിട്ടില്ല. ഏതാ ഈ മരിക്കുന്ന വ്യക്തി പറഞ്ഞില്ല, പക്ഷെ എന്നെ പണിഞ്ഞ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പുള്ളി ഇവിടെ തന്നെ എന്നിട്ട് കത്തി ഇവിടെ എൻ്റെ ഇവരെ കൊണ്ട് കളഞ്ഞിട്ടും പോയി. എനിക്ക് പണിയാൻ തന്നെ അങ്ങ് പോയി. എൻ്റെ ഇവരെ കൊണ്ടിട്ട് അങ്ങ് പോയി. അല്ല, അതിനുമ്പേ പോലീസിനെ വിളിച്ചായിരുന്നു. ആരാ? അവർ സുഹൃത്തല്ല, ഞാനും ഈ പുള്ളി സുഹൃത്താണ്. ഈ പുള്ളി ഞാനും സുഹൃത്താണ്. ഇപ്പം അവർ ഞങ്ങൾ സുഹൃത്തായിരുന്നു. പുള്ളിയുടെ വൈഫിനെ പുള്ളി വിളിച്ചുകൊണ്ടങ്ങ് പോയി. അതിൻ്റെ ഒരു വൈരാഗ്യം കാണും ചിലപ്പോൾ. കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ഓഹരി നൽകണമെന്നാവശ്യപ്പെട്ട് ശ്യാമുവിന്റെ വീട്ടിലെത്തി ധനേഷ് വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം തിരികെ പോയ ധനേഷ് അർദ്ധരാത്രി വീണ്ടും എത്തി ശ്യാമുവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ശ്യാമു ഒറ്റയ്ക്കായിരുന്നു താമസം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓച്ചിറയിൽ വാഹനാപകടത്തിൽ മരിച്ച അച്ഛന്റെയും മക്കളുടെയും സംസ്കാരം ഞായറാഴ്ച നടക്കും. തേവലക്കര സ്വദേശികളായ പ്രിൻസ് തോമസ്, മക്കളായ അതുൽ പ്രിൻസ്, അൽക്ക സാറ പ്രിൻസ് എന്നിവരുടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാണ് നടക്കുന്നത്. തേവലക്കര മർത്ത മറിയം ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലാണ് സംസ്കാരം നടക്കുക. ഓച്ചിറയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച തേവലക്കര സ്വദേശി പ്രിൻസ് തോമസ്, മക്കളായ അതുൽ പ്രിൻസ്, അൽക്ക സാറ പ്രിൻസ് എന്നിവരുടെ സംസ്കാരം ഞായറാഴ്ച നടക്കും.
രാവിലെ 9 മുതൽ മാരാരിത്തോട്ടം കുട്ടപ്പൻ ജംഗ്ഷനിലെ ആരോഗ്യ കേന്ദ്രത്തിൽ പൊതുദർശനം. തുടർന്ന് മിത്ര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ മാരാരിത്തോട്ടം റെയിൽവേ ക്രോസിന് സമീപത്ത് നിന്ന് വിലാപയാത്ര ആരംഭിക്കും. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ പടിഞ്ഞാറ്റക്കര മുളയ്ക്കൽ LPSൽ പൊതുദർശനം. ഉച്ചയ്ക്ക് 1:30 പൈപ്പ് ജംഗ്ഷനിലെ പ്രിൻസ് വില്ല വീട്ടിൽ പ്രാർത്ഥന. തുടർന്ന് തേവലക്കര മർത്തമറിയം ദേവാലയത്തിലേക്ക് വിലാപയാത്ര നടക്കും. ഉച്ചകഴിഞ്ഞ് 2-ന് തേവലക്കര മർത്തമറിയം ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും താറും കൂട്ടിയിടിച്ചായിരുന്നു ദേശീയപാതയിൽ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഭർത്താവുമൊത്ത് അഞ്ചലിലെ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ ബാർ ജീവനക്കാരുടെ അതിക്രമം. സംഭവത്തിൽ 2 പേരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ചൽ ബാറിലെ ജീവനക്കാരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസമാണ് സിനിമ കണ്ടുകൊണ്ടിരിക്കവേ വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. അഞ്ചൽ ഹൈബീസ് ബാറിലെ ജീവനക്കാരായ ഇടമൺ പാറയിൽ ഹൗസിൽ പ്രമോദ് തമ്പി, ആറന്മുള ഇടത്തറ മേലേതിൽ സുജിത് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് പ്രതികൾ അഞ്ചൽ വർഷ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിക്രമം കാട്ടിയത്. യുവതി പ്രതികരിച്ചതിനെ തുടർന്ന് വാക്ക് തർക്കവും നടന്നു. പിന്നീട് അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് നടപടിയുണ്ടായത്. ഇതിനിടെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞു തിയേറ്റർ ജീവനക്കാരനെയും യുവതിയെയും ഭർത്താവിനെയും ബാറിലേക്ക് വിളിച്ചു വരുത്തുകയും ബാറിൽ ഹോട്ടലിൽ വെച്ച് ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് യുവാവിന്റെയും യുവതിയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നത് എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ്. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസ് മർദ്ദിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. വ്യാഴാഴ്ച ഒരു കേസിന്റെ മധ്യസ്ഥ ചർച്ചയ്ക്കായി സ്റ്റേഷനിലെത്തിയ തന്നെ CI ഒരു കാരണവുമില്ലാതെ ഉപദ്രവിച്ചെന്ന് സജീവ് പറഞ്ഞു. പാർട്ടി വിരുദ്ധ പോസ്റ്റല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുറിച്ചു. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാവുന്നത് എന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ്. തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തുന്നതിനിടയിലാണ് CPM നേതാവിൽ നിന്ന് തന്നെ പോലീസിനെതിരെ ആരോപണം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഓണത്തോടനുബന്ധിച്ച് കരടികളി സംഘടിപ്പിച്ചു. ശാസ്താംകോട്ടം മനക്കര മലയാളം സാംസ്കാരിക വേദിയാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി കരടികളി നടത്തിയത്. അരിനെല്ലൂർ ജവഹർ കരടികളി സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കരടികളി അരങ്ങേറിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ശാസ്താംകോട്ട മനക്കര മലയാളം സാംസ്കാരിക വേദിയാണ് കരടികളി സംഘടിപ്പിച്ചത്. നാടിനാകെ ആവേശമായാണ് കരടികളി അരങ്ങേറിയത്. ശാസ്താംകോട്ട DYSP MR മുകേഷ് കരടികളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. DYSP ആയി ജോയിൻ ചെയ്തതിനു ശേഷം ഓണത്തോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഈ കരടികളി കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ MLA നേതൃത്വത്തിൽ തന്നെ അവിടെ ഒരു കരടികളി, ഒരു വലിയ പരിപാടിയായിട്ട് ഒരു കരടികളി മത്സരം തന്നെ ഉള്ളതായിട്ട് പത്രത്തിലൂടെയും അദ്ദേഹത്തെ ഇത് വേറൊരു മീറ്റിങ്ങിലിരുന്നപ്പോൾ അദ്ദേഹം അത് സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഈ മലയാളം സാംസ്കാരിക വേദിയുടെ പിന്നിൽ നിരന്നിരിക്കുന്നതെല്ലാം തന്നെ സർക്കാർ ജീവനക്കാരും മറ്റ് പ്രമുഖരായിട്ടുള്ള നല്ല ഒരു കൂട്ടം യുവാക്കളും ചുറുചുറുക്കുള്ള ആൾക്കാരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓണനാളുകളിൽ മലയാളി കുടിച്ചു തീർത്തത് റെക്കോർഡ് മദ്യം. മദ്യവിൽപ്പനയിൽ കൊല്ലം ജില്ലയാണ് മുന്നിലെത്തിയത്. കരുനാഗപ്പള്ളി ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് റെക്കോർഡ് മദ്യം വിറ്റഴിച്ചത്. ആശ്രാമത്തെ ബിവറേജസ് ഔട്ട്ലെറ്റാണ് രണ്ടാമതെത്തിയത്. സംസ്ഥാനത്ത് ഓണക്കാല മദ്യവിൽപ്പനയിൽ റെക്കോർഡ് നേട്ടം. ഉത്രാടം വരെയുള്ള 10 ദിവസത്തെ മദ്യവിൽപ്പനയിലാണ്
കഴിഞ്ഞ വർഷത്തേക്കാൾ വർധനവുണ്ടായത്. 826 കോടിയുടെ വിൽപ്പനയാണ് ഓണനാളുകളിൽ നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 776 കോടിയുടെ മദ്യമാണ് വിറ്റത്. ഉത്രാട ദിനത്തിൽ മാത്രം 137 കോടിയുടെ മദ്യം വിറ്റു. കഴിഞ്ഞ വർഷം ഉത്രാട ദിനത്തിൽ 126 കോടിയുടെ മദ്യമാണ് വിറ്റത്. 6 ഷോപ്പുകളിൽ 1 കോടിക്ക് മുകളിലാണ് വിൽപ്പന. കഴിഞ്ഞ വർഷത്തെ വിൽപ്പനയേക്കാൾ 5 മടങ്ങ് വിൽപ്പനയുണ്ടായി. കൊല്ലം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത്. കൊല്ലം ആശ്രാമവും എടപ്പാൾ ഔട്ട്ലെറ്റുമാണ് 2ഉം 3ഉം സ്ഥാനത്ത്. ഉപഭോക്താക്കൾക്ക് മദ്യം വാങ്ങാൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റുകൾ ഒരുക്കിയതും കൂടുതൽ ബ്രാൻഡുകൾ വിപണിയിലിറക്കിയതുമാണ് വിൽപ്പന കൂട്ടിയതെന്ന് ബെവ്കോ MD ഹർഷിത അത്തല്ലൂരി പറഞ്ഞു. കഴിഞ്ഞ തവണ കൊല്ലം ആശ്രാമം ഔട്ട്ലെറ്റിലാണ് ഏറ്റവും അധികം വിൽപ്പന നടന്നത്. എന്നാൽ ഇത്തവണ 1ാം സ്ഥാനം കരുനാഗപ്പള്ളി കൊണ്ടുപോവുകയായിരുന്നു. ഓണവിൽപ്പന ലക്ഷ്യമിട്ട് ഒട്ടേറെ പുതിയ ബ്രാൻഡുകളിലുള്ള മദ്യം ഇത്തവണ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചിരുന്നു. 400ഓളം ബിവറേജ് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതുകൂടാതെ സപ്ലൈകോയുടെ മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകൾ വഴിയും വൻതോതിൽ മദ്യം വിറ്റഴിച്ചു. കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കാവനാടാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത്. ഈ ഔട്ട്ലെറ്റിൽ നിന്ന് 1,23 ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രകാശപൂരിതമായി കായംകുളം പാർക്ക് ജംഗ്ഷനിലെ പാലത്തിൽ ലൈറ്റുകൾ പ്രകാശിപ്പിച്ചാണ് ജംഗ്ഷനെ പ്രകാശമാനമാക്കിയത്. പ്രതിഭ MLA സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഇന്നത്തെ ഈ സ്വിച്ച് ഓൺ കർമ്മം ചെയ്തിരിക്കുന്നത് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ 46 ലൈറ്റ് സംവിധാനങ്ങളാണ് ഈ പാലത്തിലെ PWD ഇലക്ട്രിക്കൽ വിങ് ഒരുക്കിയിരിക്കുന്നത്. കായംകുളത്തെ സംബന്ധിച്ച് കൂട്ടുംവാതുക്ക പാലത്തിലെ ഫസാഡ് ലൈറ്റ് അടക്കം മനോഹരമായിട്ടുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിനി 2 മിനിമാർട്സ് ലൈറ്റിൻ്റെയും കൂടി സ്വിച്ച് ഓൺ അടുത്ത് തന്നെ ഈ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പ്രതിഭ MLAയുടെ ശ്രമഫലമായാണ് പാർക്ക് ജംഗ്ഷനിലെ പാലം പ്രകാശപൂരിതമായത്. 6.67 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലത്തിൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് നിർവഹണം പൂർത്തീകരിച്ചത്. 5.46 കോടി രൂപ വിനിയോഗിച്ച് 2022 ഏപ്രിലിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓണ സമ്മാനമായിട്ടാണ് ഈ വെളിച്ചം ഇവിടെ നൽകുന്നത്. കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കം കൗൺസിലേഴ്സും അതുപോലെ തന്നെ ജോസഫ് ജോൺ സാറിനെ പോലെയുള്ള രാഷ്ട്രീയ നേതൃത്വമൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനൊരു പരിപാടിയാണ്. വലിയ ഗംഭീരമായ പരിപാടിയൊന്നുമല്ല. ഓണമായതുകൊണ്ട് ഇത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഞങ്ങൾക്കൊരു സന്തോഷം അതിൻ്റെ ഭാഗമായിട്ടാണ്. സ്വിച്ച് ഓൺ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫർസാന ഹബീബ, PS സുൽഫിക്കർ, ഷാമില അനിമോൻ, കൗൺസിലർമാരായ PK അമ്പിളി, രാജശ്രീ കമ്മത്ത്, AM ഹാഷിർ, ജോസഫ് ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിൻ്റെ തുടർ പരിപാലനം നഗരസഭയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് പട്ടണ നിവാസികൾക്ക് പുതിയ ഒരു അനുഭവം തന്നെയായിരിക്കും, പട്ടണത്തിൽ എത്തുന്ന എല്ലാവർക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പൊന്നോണാശംസകൾ. ന്യൂസ് ബ്യൂറോ, കായംകുളം. കഴിഞ്ഞ കാലങ്ങളിലെ ഉപജീവന മാർഗങ്ങൾ മത്സരങ്ങളായി എത്തിയപ്പോൾ പഴമക്കാരിൽ ഉണർന്നത് ഗൃഹാതുരത. തൊണ്ടുതല്ലൽ, കയറുപിരി, ഓലമെടയൽ എന്നിവ മത്സര ഇനങ്ങളായി എത്തിയത് പുതുതലമുറയ്ക്കും വേറിട്ട കാഴ്ചയായി. കൊല്ലം നീരാവിൽ നവോദയ ഗ്രന്ഥശാല കലാകായിക സമിതിയാണ് പരമ്പരാഗത തൊഴിലുകളെ മത്സര ഇനങ്ങളാക്കിയത്. തൊണ്ടുതല്ലൽ, കയറുപിരി, ഓലമെടയൽ എന്നീ മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നീരാവിൽ നവോദയ ഗ്രന്ഥശാല കലാകായിക സമിതി സംഘടിപ്പിച്ചത്. വർഷങ്ങളായി ഉപജീവനത്തിനായി ചെയ്തിരുന്ന തൊഴിലുകൾ മത്സരമായപ്പോൾ ആവേശത്തോടെയായിരുന്നു ഓരോരുത്തരും പങ്കെടുത്തത്. തൊണ്ടുതല്ലൽ മത്സരത്തിൽ ചന്ദ്രലേഖ 1ാം സ്ഥാനം നേടി. നാളോട്ടേ 14 വയസ്സ് തൊട്ട് ജോലി ചെയ്യുന്നുണ്ട് കയറുവിരിപ്പിൽ. അതുകൊട്ടേ ചെയ്യുന്നുണ്ട്, അറിയാം പണി. കണ്ടുകൊട്ടേ ചെയ്യുന്നത് ചെയ്യണം, ഇനി ആഗ്രഹമുണ്ട്, ചെയ്യും. കണ്ടുകൊട്ടേ ചെയ്യുന്നുണ്ട്. പുതിയ ആൾക്കാർക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് കണ്ടുപിടിക്കാം, എളുപ്പമല്ലേ, വേറെ പണിയല്ല. പണ്ടുതൊട്ടേ നമ്മൾ തൊഴിൽ ഇത് ചെയ്ത് ശീലമുണ്ട്. കയറുപിരി മത്സരത്തിൽ 2 ടീമുകൾ മാത്രമാണ് പങ്കെടുത്തത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി 100 അമ്മമാർക്ക് ഓണപ്പുടവ ഡിവിഷൻ കൗൺസിലർമാരായ സിന്ധുറാണി, ഗിരിജ സന്തോഷ്, സ്വർണ്ണമ്മ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. കലാസമിതി പ്രസിഡന്റ് KS അജിത് കുമാർ, ഗ്രന്ഥശാല പ്രസിഡന്റ് KS ബൈജു, സെക്രട്ടറി നാസർ തുടങ്ങിയവർ പങ്കെടുത്തു.
വീടുകൾ കുടുംബങ്ങളുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തെ പുതിയ തലമുറയ്ക്ക് വലിയ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമ്മയും മകനും ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിൽ. ഓച്ചിറ റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടം. ശാസ്താംകോട്ട വേങ്ങ സ്വദേശികളാണ് മരിച്ചത്. ഓച്ചിറ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു. മൈനാഗപ്പള്ളി വേങ്ങ സ്വദേശികളായ അമ്മയും മകനുമാണ് ട്രെയിൻ തട്ടി മരിച്ചത്. വേങ്ങ പ്രണവത്തിൽ വസന്ത, മകൻ ശ്യാം എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:15 അപകടം. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സാണ് ഇരുവരെയും ഇടിച്ചത്. ഇവർ റെയിൽവേ സ്റ്റേഷന്റെ വടക്കുഭാഗത്ത് കണ്ടിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ട്രെയിൻ വന്നപ്പോൾ ഇതിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പൂക്കളത്തിൽ RSSന്റെ കൊടി. ക്ഷേത്ര പരിസരത്തിട്ട പൂക്കളത്തിലാണ് RSSന്റെ കൊടി പൂക്കൾ ഉപയോഗിച്ച് തീർത്തത്. ഇതേ തുടർന്ന് ക്ഷേത്ര പരിസരത്ത് കലാപശ്രമം നടത്തിയതിന് 25 പേർക്കെതിരെ കേസെടുത്തു. ശാസ്താംകോട്ടയിലാണ് സംഭവം. തിരുവോണ ദിവസം ക്ഷേത്ര പരിസരത്ത് കലാപമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ക്ഷേത്ര പരിസരം കയ്യേറി പൂക്കൾ കൊണ്ട് RSSന്റെ കൊടി ഉൾപ്പെടെ പൂക്കളമിട്ട 25ഓളം RSS പ്രവർത്തകർക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത്. ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും നിരോധിച്ചുള്ള കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് RSS പ്രവർത്തകർ പൂക്കളമിട്ടത്. ക്ഷേത്ര പരിസരത്ത് ശിവജിയുടെ പടമുള്ള ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചു. ക്ഷേത്രസഭ പൂക്കളമിടാൻ തയ്യാറാക്കിയ സ്ഥലം കയ്യേറിയാണ് RSS പ്രവർത്തകർ പൂക്കളമിട്ടത്. ഇതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമായി. ക്ഷേത്രസഭയാണ് ശാസ്താംകോട്ട പോലീസിൽ പരാതി നൽകിയത്. ഇരുകൂട്ടരെയും വിളിച്ചു വരുത്തി പൂക്കളമിടാനുള്ള സ്ഥലം തിട്ടപ്പെടുത്തി നൽകുകയും ചെയ്തു. RSS പ്രവർത്തകരിടുന്ന പൂക്കളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരോ കൊടിയോ ഉണ്ടാവരുതെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇത് വകവയ്ക്കാതെയാണ് RSSന്റെ കൊടി ഉൾപ്പെടെയുള്ള ചിത്രം വരച്ച് പൂക്കളമിട്ടത്. മുൻ വർഷങ്ങളിൽ RSS പ്രവർത്തകർ ഇത്തരത്തിൽ രാഷ്ട്രീയ പേരുകൾ ഉപയോഗിച്ച് പൂക്കളമിട്ടത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ക്ഷേത്രസഭ മുൻകൈയെടുത്ത് പൂക്കളമിടാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ട് രാഷ്ട്രീയ സംഘർഷം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ RSS പ്രവർത്തകർ പൂക്കളം ഇടുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് കേസ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ചു. നെടുവത്തൂർ കുഴക്കാട് സ്വദേശി ശ്യാമു സുന്ദറാണ് മരിച്ചത്. അയൽവാസി അറസ്റ്റ്. ഭർത്താവുമൊത്ത് അഞ്ചലിലെ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം. സംഭവത്തിൽ 2 ബാർ ജീവനക്കാർ അറസ്റ്റിൽ. സിനിമ കണ്ടുകൊണ്ടിരിക്കവെയാണ് വീട്ടമ്മയ്ക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഭർത്താവിനും മർദ്ദനമേറ്റു. പോലീസിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവാണ് കൊല്ലം കണ്ണനല്ലൂർ പോലീസിനെതിരെ പോസ്റ്റ് ഇട്ടത്. അനുഭവങ്ങളാണ് ബോധ്യങ്ങളാകുന്നതെന്ന തലക്കെട്ടോടെയാണ് കുറിപ്പ്. ചവറ തെക്കുംഭാഗം സ്വദേശിനി അതുല്യയുടെ മരണം. റീപോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കഴുത്തുഞെരിഞ്ഞാണ് അതുല്യ മരിച്ചത്. ശരീരത്തിൽ 46 മുറിവുകൾ. മുറിവുകളിൽ ചിലത് മരണത്തിന് മണിക്കൂറുകൾ മുമ്പുള്ളത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.